35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആരെങ്കിലും നമ്മുടെ വീട്ടുകളിലുള്ള വനിതകൾ ഉണ്ടെങ്കിൽ ആ വനിതകൾക്ക് 1000 രൂപയാണ് പ്രതിമാസം പെൻഷനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ADSന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടണം എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്നത്തെ ഒരു മീറ്റിംഗ് വിളിച്ചത്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഈ യോഗത്തിലേക്ക് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുടുംബശ്രീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നിങ്ങൾ ആരും ആവശ്യപ്പെടാത്ത തന്നെ ഒരു കാര്യം ഇപ്പം അനുവദിച്ചു. സത്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം വാസ്തവത്തിൽ ADSൊന്നും വലിയ ആവശ്യങ്ങൾ വന്നിരുന്നില്ല. ADSകളുടെ പ്രവർത്തനത്തിലാണ്. ഇപ്പോൾ ചിലർക്ക് സംശയം ADSന് എന്തിനായി പോകണം, ADSന് മാസം 1000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അവരുടെ മറ്റ് പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ചെറിയൊരു കാര്യം. വളരെ ലാഭത്തിൽ പ്രവർത്തിക്കാവുന്ന ADSും ഉണ്ട്. ഇപ്പം അതിനെ യൂണിറ്റുകളും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ തൊട്ട് മുമ്പ് സ്കൂളിലെ ഒരു പരിപാടിയാണ് സ്കിൽറ്റ് വെഞ്ചർ. പല സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉൽപ്പന്നങ്ങളാക്കും. 3D പ്രിൻറ്റിങ്, പിന്നെ ഈ ഡിജിറ്റൽ ലൈറ്റുകൾ, ബൾബുകൾ, അങ്ങനെയൊക്കെയുള്ള LED ലാംപ്സ്. അതിനകത്ത് പൗത്രശ്ശേരി സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കുന്നത് കൂണ് വളർത്തി അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. 4000 രൂപ വരെ ഒരു ദിവസം ഒരു ഉൽപ്പന്നം വിൽക്കുന്നുണ്ട്. കൂണ്, നമ്മുടെ സാധാരണ കൂണെ. ഇവിടെ ഒരു വാർഡിലൊരു ADS ആണല്ലോ ഉണ്ടായി. ആ വാർഡിലെ കാര്യങ്ങൾ പല അയൽക്കൂട്ടങ്ങളുണ്ട്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ വിജ്ഞാന കേരളം എന്നൊരു പദ്ധതി കൂടെ നമ്മൾ നടപ്പിലാക്കുകയാണ്. വിജ്ഞാന കേരളം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശത്തും സ്ത്രീകൾ അഭ്യസ്തവിദ്യരായിട്ടുള്ളവരുണ്ട്. വീട്ടിൻ്റെ ഉത്തരവാദിത്തം കാരണം പുറത്തേക്ക് പോകാൻ പറ്റാത്തവർ, ജോലിക്ക് നേരത്തെ പോയി ജോലി നിർത്തിയവർ, എന്നാൽ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യാം. പല മേഖലയിലും ഉൽപ്പാദനവുമായി വരുമാനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ നമ്മളീ പറഞ്ഞ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ പദ്ധതികൾ ചേർന്ന് നടക്കുന്നുണ്ട്. വെളിയം ഫെസ്റ്റ്, അതിനകത്ത് ഉൽപ്പന്നങ്ങൾ വന്നിരുന്നു. ഞാൻ ആ ദിവസം ഉദ്ഘാടനം വന്നിരുന്നു. 2ാം ദിവസം വരണമെന്ന് വെച്ചിട്ട് എനിക്ക് എത്താൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യം വേറെ മീറ്റിങ്ങിന് പോയി വന്നു. 2ാം ദിവസം എനിക്ക് വരണമെന്ന് കൂടുതൽ താല്പര്യം. കാരണം 2ാം ദിവസം കലാപരിപാടി ഉണ്ടായിരുന്നു. അലോഷിയുടെ ഗസൽ ഗാനമേള ഉണ്ടായിരുന്നു. 10,000-4,000 ആളുകൾ കൂടി ഉണ്ടായിരുന്നില്ലേ അവിടെ. ഭയങ്കര ആളായിരുന്നു പറഞ്ഞത്. അത് നടത്തിയത് കുടുംബശ്രീയാണ്. കുടുംബശ്രീയുടെ മിഷൻ്റെ ജില്ലാ ഓഫീസർമാരും അതിന് നേതൃത്വം കൊടുത്തു. നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരും നേതൃത്വം കൊടുത്തു. നല്ലതുപോലെ ആകർഷകമായിട്ട് നടത്താൻ കഴിഞ്ഞു. അതിന് കുടുംബശ്രീ മിഷനെ, ആ വെളിയം അതിന് സഹകരിച്ചവരെ അഭിനന്ദിക്കുന്നു. അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചു. അത് നല്ലൊരു ടീം വർക്കായിട്ട് ചെയ്തു. അതിന് ഓണത്തിന് നമ്മൾ ഇവിടെ ചെയ്തിരുന്നു, കരീപ്രയായിരുന്നു. നല്ല കച്ചവടം നടത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സെയിൽസ് ഉണ്ടായിരുന്നു, നല്ല കച്ചവടം നടന്നു അവിടെ. അത് ഓണം ഫെസ്റ്റിവലായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ വന്ന് മുട്ടിയിട്ട്, അല്ലെങ്കിൽ കൊളക്കടയിലോ മയിലത്തോ ആ ഭാഗത്താണ് നടത്തണമെന്ന് ആലോചിച്ചത്. നടത്താൻ പറ്റിയില്ല. അവിടെ ഇതുപോലെ നടത്താവുന്നതാണ്. നല്ല യൂണിറ്റുകളുണ്ട്. അപ്പം നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടി ഇപ്പം നടത്തുന്ന കാര്യങ്ങളും ചേർത്ത് കൊട്ടാരക്കര മോഡൽ, നമ്മൾ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലൊരു മോഡൽ ഉണ്ടാക്കണം, വരുമാനത്തിൻ്റെ കാര്യത്തിലൊരു മോഡൽ ഉണ്ടാക്കണം. വിവിധ മേഖലയിലെ ഡൈവേഴ്സിഫൈഡ് വ്യത്യസ്തമായ കാര്യങ്ങൾ, കൃഷിയും ഭക്ഷ്യോൽപാദനവും തൊഴിലും, അങ്ങനൊരു മോഡൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനൊരു നല്ല പദ്ധതി നമുക്ക് തയ്യാറാക്കണം. ഇപ്പോൾ ADSകൾ ഒന്നുകൂടി ചെയ്യാൻ പറ്റുന്ന അതിലേക്ക് ചില സഹായം വന്നപ്പോൾ ADSന് ഒന്നുകൂടി ഉത്തരവാദിത്വബോധമായി. അതിനാണ് അത് ഏൽപ്പിച്ചേക്കുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ ആളുകൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് എത്തിക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റണം. കാരണം ആ ഒരു കൃത്യമായ ദിശാബോധത്തോടെ കാര്യങ്ങൾ ചെയ്താലും പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ യോഗത്തിൽ സംസാരം കേട്ടുള്ളതെന്നറിയാം. വിഴിഞ്ഞം കൂടി വന്നതോടുകൂടി നമ്മുടെ എക്സ്പോർട്ട് ഭയങ്കര സാധ്യതയാണ്. വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ നമുക്ക് പല സ്ഥലത്തും നൽകുന്ന ഉൽപ്പന്നങ്ങൾ പറ്റും. ഇപ്പോൾ കൊട്ടാരക്കരയിൽ IT പാർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വലിയ വിശ്വസിക്കാൻ പറ്റുമായിരുന്നു നേരത്തെ. IT പാർക്ക് വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് ഇവിടെ അടുത്ത ദിവസം വരും. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കും, IT പാർക്ക് വന്നാൽ ഞങ്ങൾക്ക് എന്ത് ഗുണം, ഞങ്ങൾക്ക് ജോലി കിട്ടും. അവർ ടെസ്റ്റൊക്കെ നടത്തിയെടുക്കും. പക്ഷേ അതിൻ്റെ ചുറ്റും 100 പേര് അധികം ജോലി കിട്ടിയാൽ 100 അധികം ആൾക്ക് വേറെ ജോലി കിട്ടും. ഹോട്ടൽ വരും, ഹോസ്റ്റൽ വരും, വണ്ടി ഓടും, കച്ചവടം വരും, ഇല്ലേ? നാട്ടിൽ സ്ഥലങ്ങളുടെ വില കൂടും. ഇപ്പം നാളെ നോക്കിയോ, നാളെ 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, നാളെ കൊട്ടാരക്കര മുനിസിപ്പൽ പുതിയ ഓഫീസ്, കൊട്ടാരക്കരക്കാരുണ്ട് ഇവിടെ, കൊട്ടാരക്കരയിലുണ്ടല്ലോ. കൊട്ടാരക്കര മുനിസിപ്പൽ ഓഫീസിൻ്റെ ഉദ്ഘാടനം നാളെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുനിസിപ്പൽ ഓഫീസ് പുതിയ ബിൽഡിങ് നമ്മുടെ ഇവിടെ വരികയാണ്, രവിനഗറിൽ. വലിയ 15 കോടിയുടെയാണ് മുനിസിപ്പൽ ഓഫീസ് പുതുതായിട്ട് വരാൻ പോകുന്നത്. അതിനോട് ചേർന്ന് നാളെ തന്നെ വേറൊരു ടെൻഡറിൽ വരും. എന്താ പറയുക, കൊട്ടാരക്കര IT പാർക്ക് 80 കോടിയുടെയാണ്.